മകരം രാശിക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര കന്നിമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം. ഇവർക്ക് പുണ്യപ്രദമായ കാര്യങ്ങൾ ചെയ്യണം, അതല്ലെങ്കിൽ ഇവർ ഒരുപാട് ആപത്തുകൾ വരുത്തി വയ്ക്കും. ഈ രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ പിതൃപ്രീതി അത് നല്ലോണം വേണം. അതുപോലെ പാപങ്ങൾ ചെയ്ത് മുൻകൂട്ടി ഇതിനു മുമ്പെല്ലാം പാപങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് അതിനുള്ള ഇട വരാം. നാഗദോഷങ്ങൾ എന്ന് പറയുന്നത് പോലെ വീട്ടിലുണ്ടാകാവുന്ന വീട്ടിലുള്ളിലെ ചിലപ്പോൾ നാഗങ്ങളെല്ലാം വരിക, അതുപോലെ കർമ്മസ്ഥാനങ്ങളിൽ ഉണ്ടാകാവുന്ന വല്ല സ്ത്രീകളെ കൊണ്ടുള്ള വിദ്വേഷങ്ങൾ കാരണമോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ചില സ്ത്രീകളെ കൊണ്ട് ധന ലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാം. കർമ്മരംഗങ്ങളിലായാലും അതുപോലെ ഏത് കുട്ടികളുടെ കാലത്താണെങ്കിൽ മറ്റുള്ള സ്ത്രീകളാൽ ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങൾ ചിന്തിക്കാം. വാഹനങ്ങൾ വാങ്ങുവാനുള്ളതും അത് ചിലപ്പോൾ വല്ല ഏതെങ്കിലും നറുക്കെടുപ്പിലൂടെയോ അതല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഓഫേഴ്സിൻ്റെ കാര്യത്തിലായിട്ടോ വാഹനങ്ങൾ സിദ്ധിക്കുകയോ അല്ലെങ്കിൽ വേറൊരാളുടെ വാഹനം വന്നു ചേരുകയോ അങ്ങനെയുള്ളൊരു ഭാഗ്യം ചിലപ്പോൾ ഉണ്ടാകാം. പുത്രന്മാരെ കാംക്ഷിച്ച് അല്ലെങ്കിൽ പുത്രനോ പുത്രിയോ കാംക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സമയം കൂടെയാണ്. അതുപോലെ ധാരാളം ധനലാഭം ഉണ്ടാകുന്ന ഒരവസ്ഥയും സ്ത്രീ സുഖം ഉണ്ടാകുന്നതും വസ്ത്രങ്ങൾ ലഭിക്കുന്ന സമയവും അതുപോലെ പുതിയതായി വീട് വയ്ക്കുവാനും വീട് ലഭിക്കുവാനും അല്ലെങ്കിൽ കുടുംബസ്വത്തായിട്ടുള്ള ഗൃഹം ലഭിക്കുവാനും ഭാഗം വയ്ക്കുവാന്നതാണെങ്കിൽ ഭാഗത്തിൽ നിന്നും തൻ്റെ ഓഹരി കിട്ടുന്നതും സ്വർണം അതുപോലെ ചെമ്പ് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ കൊണ്ടുള്ള ലാഭം ഉണ്ടാവാം. കലഹം ചിലപ്പോൾ ഉണ്ടാവാം. ഭയം പല കാര്യങ്ങൾ കൊണ്ട് ശത്രുക്കളെ കൊണ്ട് അവിടെ കലഹമുണ്ടായതിന് ശേഷം അവരെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ഭയം ചിലപ്പോൾ ഉണ്ടാവാം. അതുപോലെ വളരെ ദീനമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകാം. പലതരം ആപത്തുകൾ സിദ്ധിക്കാനുള്ള സമയമാണ്, ശ്രദ്ധിക്കണം. സദ്വൃദ്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, നല്ല കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുക. ചിലപ്പോൾ ഈ ഞരമ്പ് നാഡീവ്യൂഹങ്ങൾ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വെരിക്കോസിസ് വെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാലോ ഉണ്ടാകാവുന്ന ചില അസുഖങ്ങൾ അല്ലെങ്കിൽ അതിനുണ്ടാകാവുന്ന ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു മത്സരബുദ്ധിയോടുകൂടി കർമ്മരംഗത്ത് പ്രവർത്തിക്കും. ചില സമയത്ത് അതിൽ നഷ്ടമുണ്ടാവുകയോ എല്ലാം ചെയ്യുന്ന സമയത്ത് അതിനൊരു മാനഹാനി വരെ ഉണ്ടാവാം. അതിന് വേണ്ട കുതന്ത്രങ്ങൾ വല്ലതും പ്രയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശത്രുക്കെതിരെ വല്ല വിപത്തുകൾ മെനയാൻ വേണ്ടി ചിന്തിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തുകൊണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതിൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതല്ലെങ്കിൽ അത് ഒരു മാനഹാനിക്ക് ഇടയാക്കാം. അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പുറത്ത് നിന്ന് വരുന്ന വ്യക്തികളോട് ഉണ്ടാകാവുന്ന വാക്കുതർക്കം അത് കലഹത്തിൽ അവസാനിച്ചു കഴിഞ്ഞു വെച്ചാൽ അത് ഭവിഷ്യത്തായിട്ട് മാറാനുള്ള ഇടയുണ്ട്. അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല കാര്യങ്ങൾ നടത്തുന്നവരോ അല്ലെങ്കിൽ വല്ല ഫണ്ടുകൾ ആർക്കെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുകയോ കർമ്മത്ത് രംഗത്തുണ്ടാകുന്ന അസിസ്റ്റൻസിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിട്ടി കാര്യങ്ങൾ തുടങ്ങുകയോ ചെയ്തിട്ടുള്ളതിൽ മറ്റുള്ളവരോട് പണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ സമയത്ത്. അതുപോലെ മറ്റുള്ളവർക്ക് അറിയുന്ന ഇടത്തിൽ ധനം അതുപോലെയുള്ള സ്വർണം എന്നിവ വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള അല്പം ചില സാധ്യതകളും കാണുന്നു. ശുഭം.